വെൽക്കം ബാക്ക് ടു NP ചിരി. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സെർവർ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. സെർവർ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെർവർ തുടങ്ങിയിട്ടുണ്ട്. ക്രോസ് പ്ലേ സെർവറാണ്. ബെഡ് റോക്കിലെ പ്ലേയേഴ്സിനും കളിക്കാം, പോക്കറ്റ് എഡിഷനിലെ പ്ലേയേഴ്സിനും കളിക്കാം, ജാവ എഡിഷനിലെ പ്ലേയേഴ്സിനും കളിക്കാം. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് മൈൻക്രാഫ്റ്റ് കളിച്ച് പോരടിക്കുന്ന കൂട്ടുകാരന്മാരാണെങ്കിൽ നമ്മുടെ സെർവറിൽ ജോയിൻ ചെയ്യാനുള്ള വീഡിയോ ഞാൻ അടുത്ത കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഇടും. അപ്പോൾ ആ വീഡിയോ കണ്ട് നമ്മുടെ സെർവറിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഡേ 1 നമ്മൾ സ്പോണായപ്പോൾ ഒരു ടൈഗ ബൈമിലാണ് സ്പോൺ ചെയ്ത്. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ മത്സരിച്ച് നീന്തി സ്ക്വിഡിനെ കണ്ട് നീന്തി അവിടെ ചെന്നിട്ട് അത് എന്തോ നല്ല ലോട്ടായിരിക്കും എന്നൊക്കെ ഓർത്തു. പക്ഷെ പെട്ടി തുറന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതിൽ ഹോയ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹോയ് മാറ്റിയിട്ട് ഞാൻ നേരെ എൻ്റെ ഫോർച്യൂൺ 2 ഉള്ള ഹോയ് വാങ്ങി. അപ്പോൾ ഫോർച്യൂൺ 2 ഉള്ള ഹോയ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈകാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒരു ഷുഗർ കെയിൻ കണ്ട് അത് കളക്ട് ചെയ്തിട്ട് വേഗം നമ്മുടെ അടുത്ത് കണ്ടൊരു മരം വെട്ടി. മൈൻക്രാഫ്റ്റിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ അടുത്ത് കണ്ട മരം വെട്ടാം. ലോജിക്കൊന്നും നോക്കണ്ട, കൈ കൊണ്ട് ഇടിച്ച് തന്നെ പൊട്ടിക്കണം. മരം വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ 4 കളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ വരും. അതുണ്ടാക്കുക, ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കുക. സെക്കൻഡ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സെക്കൻഡ് ടയറിലേക്ക് പോവാണ്. അപ്പോൾ സെക്കൻഡ് ടയറിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോൺ കണ്ടുപിടിക്കണം. സ്റ്റോൺ ഒരു 10-20 എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 20-30 എത്ര നിങ്ങൾക്ക് എത്ര സ്റ്റോൺ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്ര സ്റ്റോൺ കളക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. ഉടൻ ഉണ്ടാക്കിയ പോലെ തന്നെ സ്റ്റോൺ ഒരു ആക്സ് ഉണ്ടാക്കണം. പിന്നെ അടുത്ത് കാണുന്ന ഷുഗർ കെയിൻ, നിങ്ങൾ എത്ര ഷുഗർ കെയിൻ കാണണോ അതെല്ലാം കളക്ട് ചെയ്തു. പിന്നെ നിങ്ങൾ കുറച്ച് നേരം അലഞ്ഞ് തിരിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്ഥലം കിട്ടും, ഒരു വീടൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇങ്ങനത്തെ ഫുഡിന്റെ സ്ഥലമൊക്കെ ഉണ്ടാവും. ഫുഡിന്റെ സ്ഥലത്ത് പരമാവധി നിങ്ങൾ ഫുഡ് കളക്ട് ചെയ്യുക. കാരണം ഫുഡാണ് നമ്മുടെ മെയിൻ പരിപാടി. നിങ്ങൾക്ക് ബോറടിക്കേണ്ടായിരിക്കും ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്ക്, പക്ഷേ ഇത് അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയണത്. അത് കണ്ട് നിങ്ങൾ ഒരു വീട് കണ്ടുപിടിച്ചിട്ട് അവിടെ അയൺ കോളം എന്നൊരു സാധനം ഉണ്ടാവും. അപ്പോൾ ഇവനെ ഡയറക്റ്റ് നമ്മൾ സോംബീനെ കടിക്കുന്ന പോലെ അടിച്ചു കഴിഞ്ഞാൽ അവനെ അടിച്ച് പറത്തി കളയും. അപ്പം അങ്ങനെ ചെയ്യരുത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ചെന്നിട്ട് കുറച്ച് ബ്ലോക്ക് ഇട്ട് ഒരു 3 ബ്ലോക്ക് ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് വരാൻ പറ്റൂല. ഈ സ്റ്റോ മോഷൻ കളിക്കാനുള്ള ഇങ്ങനെ 3 മേളിൽ നിന്ന് അവൻ നമ്മൾ തൊടാൻ പറ്റൂല. അപ്പൊ അവനെ സിമ്പിൾ ആയിട്ട് നമുക്ക് അടിച്ചിടാം. ഒരു ട്രിക്കാണ്. പിന്നെ നൈറ്റായി, പിന്നെ ഉറങ്ങാനുള്ള തന്ത്രപ്പാടായി. അപ്പൊ നമ്മുടെ സെർവറിലെ ബാക്കി 2 പേർക്കൊന്നും ബെഡ് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരുത്തനെ ഞങ്ങൾ ഇറക്കിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും പോയി കിടന്നുറങ്ങി. നമ്മുടെ ഫസ്റ്റ് ഡേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സേഫ്ലി. സെക്കൻഡ് ഡേയിൽ എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് കുറച്ച് ഗ്രാവൽ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഗ്രാവലായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് പൊട്ടിക്കണം. അതിന് മുമ്പ് ഒരു വാട്ടർ ബക്കറ്റ് എടുക്കുക. അതിന് ഈ സാധനം ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കണം. കണ്ടാ ഒരു കറുത്ത സാധനങ്ങൾ ചാടണുണ്ടാ, ഈ സാധനമാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുകൊണ്ട് ഒരു ഫ്ലെക്സിംഗ് ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് നേരെ അടുത്ത് കാണുന്ന ഏതെങ്കിലും ഒരു 2 വില്ലേജർ കാണുമ്പോൾ അതുങ്ങൾക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം മരം കളക്ട് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വുഡ് ആവശ്യമുണ്ട്. വുഡ് എന്തിനാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വുഡ് നിങ്ങൾ സ്റ്റിക്ക് ആക്കിയിട്ട് ഇമറാൾഡ് ആക്കുക. ഈ ഫ്ലെച്ചറിന് നമുക്ക് സ്റ്റിക്ക് കൊടുത്ത് ഇമറാൾഡ് ആക്കാൻ പറ്റും. എന്നിട്ട് നേരെ ആ ഇമറാൾഡ് ബ്രെഡ് ആക്കുക. ഫസ്റ്റ് തന്നെ നമ്മുടെ വില്ലേജിൽ ഹേബൽ ഇല്ലെങ്കിൽ നമ്മൾ ആ വില്ലേജറെ വെച്ച് ആദ്യം ചെയ്യേണ്ട പരിപാടി അതാണ്. ഇതൊരു പ്രോ ടിപ്പാണ്. അതിനുവേണ്ടി നിങ്ങൾ സബ് അടിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫുഡായി, ബാക്കിയുള്ള പരിപാടിയായി. അപ്പൊ ഇനി നമുക്ക് നേരെ മൈനിങ്ങിന് പോകണം. അതിക്ക് മുമ്പ് നമുക്ക് കുറച്ചുകൂടി ഫുഡുകളായിട്ട് കുറച്ചുകൂടി ട്രേഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് പറഞ്ഞാൽ കുറച്ച് വെപ്പണ വേണ്ടിയാണ്. നമുക്കൊരു ബോയും കുറച്ച് ആരോയും വാങ്ങണം. ഓക്കെ, ഇത്രയും പോയി ഇത്ര ആരോയും മതിയായിരിക്കും. ഞാൻ കുറച്ചും കൂടിയും ബാക്കി വന്നതിന് ബ്രെഡ് വാങ്ങാം. ഞാൻ അവിടെ കണ്ടൊരു വീട്ടിൽ എൻ്റെ ചെസ്റ്റും വെച്ച് എൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഞാൻ അതിൽ വെച്ചിട്ട് നേരെ മൈനിങ്ങിന് പോയി. മൈനിങ്ങിന് പോണ മുമ്പ് ഞാൻ അവിടെ കണ്ടൊരു സ്ഥലത്ത് ഒരു ഹോയ് വെച്ചിട്ട് സ്റ്റോൺ ഹോയ് ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് സീഡ് നട്ട് വെച്ച്. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അപ്പം ഇത് വളർന്നോളും. പിന്നെ നിങ്ങൾ ഫാം ഉണ്ടാക്കുമ്പോൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബ്ലോക്കിന്റെ അടുത്ത് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇത് വലുതാവില്ല. പിന്നെ അവിടെ കണ്ടൊരു അയങ്കോളത്തിനെ ഞാൻ തീർത്ത് ഇവിടെ വില്ലേജും ബെഡും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അയങ്കോളം സ്പോൺ ആയിക്കൊണ്ടിരിക്കേണ്ടായി. അപ്പോൾ നമ്മളിനി നമ്മുടെ മൈനിങ് സെഷനിലേക്കാണ് പോണേ. മൈനിങ് സെഷനിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കല്ല, ആ സമയത്തുള്ള റിയൽ ടൈം വോയിസ് ആണ് നിങ്ങൾ കേൾക്കാൻ പോണേ. അപ്പം നിങ്ങളുടെ ഹെഡ്ഫോണോ സ്പീക്കറോ പരവരപ്പുള്ളതാണെങ്കിൽ സൗണ്ട് കുറച്ച് വെച്ച് കേൾക്കുക. കാരണം എൻ്റെ ഇൻബിൽറ്റ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണ മൈക്ക് അപ്പം വർക്ക് ചെയ്യാറുണ്ട്. ഈ മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കരകരപ്പുള്ള മൈക്കാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി കാണാൻ വീഡിയോ അവസാനം വരെ. ഓക്കെ, ബൈ ബൈ. ഇതെന്ത് കുഞ്ഞു വില്ലേജറിന്റെ ഇത്ര വലിയ തല? ഇതെന്ത് വലിയ തലയാ? ഈ നല്ല കേട്ടാക്കിട്ടാ ആൾമാര്. അത്
അത് പൊട്ടു നമുക്ക് കാണുമ്പോ ആ സ്പോട്ടിന് തട്ടിക്കളയാൻ തോന്നുന്നു. എവിടെ കേവ് കേറാ ഇതാണോ ഇതാ ആ പറ ഇത് സെർവറിലാകാറാണ്. കുഞ്ഞിക്കാട്ടി ഇത് തുടങ്ങിയപ്പോ തന്നെ തീർന്നല്ല കേവ്. ഹോ ഭയങ്കര വലിയ കേവായിപ്പോയി. ദേ ഇവിടെ ഒരു പറയില്ലാട്രാ. തൊലിഞ്ഞ കേവായിപ്പോയി. വാ പോവാ. വലിയ കേവ വേണ്ട, വലിയ കേവ്. വാളെ തിരിച്ചോടാ. ഇത് മൈൻ എൻട്രൻസ് വെച്ച് കുറച്ച് നീക്കി വെക്കാം. അവിടെ ഒരു ബിൽഡ് ഉണ്ടാക്കാം. കുറച്ച് ഇതൊക്കെ ആയി കഴിയുമ്പോ മൈൻ എന്ന് പറഞ്ഞിട്ട് ബിൽഡ് ഉണ്ടാക്കാന്ന്. ബിൽഡ് ഇവിടെ ഞാൻ ഇവിടെ കൊയ്യാം. അപ്പം നമ്മൾ ഇവിടെ ഒരു മൈൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ മൈൻ ഇപ്പം ചെന്നെത്തേക്കുന്നത് ഒരു കേവിലേക്കാണ്. എടാ വേഗം വെക്കണ ക്രാഫ്റ്റിംഗ് ടേബിള്. പിക്കാക്സ് ഉണ്ടാക്കണം ഗൈസ്. 2 പിക്കാക്സ് 2 പിക്കാക്സ് തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് പൊട്ടിച്ച വെള്ളം വരും. ആ വെരി ഗുഡ്. ഒരു വെള്ളം മതി. ഓ ചട്ടി